ഏവർക്കും ലാൽ മാത്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 NCERT മാത്സിന്റെ വെക്ടർ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. വെക്ടറിലെ ആദ്യത്തെ ചോദ്യം, ഈ വെക്ടർ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. തുടർന്നുള്ള വീഡിയോകളിൽ തുടർന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലമർത്താൻ അമർത്തുക. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. വെക്ടറിൽ ആദ്യത്തെ ചോദ്യം, ദ സ്കാലർ പ്രോഡക്റ്റ് ഓഫ് ദ വെക്ടർ I plus j plus k with the unit vector along the sum of vector 2i plus 4j minus 5k and alpha I plus 2j plus 3k is equal to 1. Find the value of alpha. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ്, 3 വെക്ടർ തന്നിട്ടുണ്ട്. 3 വെക്ടറിൻ്റെ പേര് നമുക്ക് എഴുതാം. ആദ്യത്തെ വെക്ടർ നമുക്ക് എന്ത് എഴുതാം? A is equal to വെക്ടർ A is equal to എന്താണ്? I plus j plus k. അടുത്ത വെക്ടർ B is equal to എന്താണ്? വെക്ടർ B എന്ന് പറയുന്നത് 2i plus 4j minus 5k. ഇനി എന്താണ് വെക്ടർ C? വെക്ടർ C എന്ന് പറയുന്നത് ആൽഫ I plus 2j plus 3k. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ദ വെക്ടർ ദ സ്കാലർ പ്രോഡക്റ്റ് ഓഫ് ദ വിത്ത് യൂണിറ്റ് വെക്ടർ എലോങ് ദ സം ഓഫ് ദ വെക്ടർ, അതായത് ഈ രണ്ട് വെക്ടറിൻ്റെയും സം കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് B plus C? വെക്ടർ B പ്ലസ് വെക്ടർ C എന്ന് കിട്ടും. രണ്ടിടത്തും I ഉണ്ട്. അപ്പോൾ ആൽഫ പ്ലസ് 2 പ്ലസ് ആൽഫ, 2 പ്ലസ് ആൽഫ ഇൻറ്റു I പ്ലസ് 4 പ്ലസ് 2 എത്രയാണ്? 6j മൈനസ് 5 പ്ലസ് 3 മൈനസ് 2k. B പ്ലസ് C എന്ന് പറയുന്നത് 2 പ്ലസ് k ആണ്. നമുക്ക് എന്താ വേണ്ടുന്നത്? ഇത് യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് B പ്ലസ് C, മാഗ്നിറ്റ്യൂഡ് ഓഫ് B പ്ലസ് C എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് the iയുടെ കോഫിഷ്യൻറ്റ് 2 പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ പ്ലസ് ജെയുടെ കോഫിഷ്യൻറ്റ് 6 സ്ക്വയർ എത്രയാണ്? 36. കെയുടെ കോഫിഷ്യൻറ്റ് -2 സ്ക്വയർ എത്രയാണ്? +4. അപ്പം B പ്ലസ് C കിട്ടി. നമുക്ക് എന്താണ്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണ്ടേ? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ഏതിൻ്റെയാണ്? B പ്ലസ് സിയുടെ യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ B പ്ലസ് C വെക്ടർ B പ്ലസ് C ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B പ്ലസ് C, മാഗ്നിറ്റ്യൂഡ് ഓഫ് B പ്ലസ് C. അതായത് B പ്ലസ് C നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 ആൽഫ, 2 പ്ലസ് ആൽഫ, 2 പ്ലസ് ആൽഫ ഇൻറ്റു I പ്ലസ് 6j മൈനസ് 2k എന്ന് നമുക്ക് B പ്ലസ് സിയുടെ വാല്യൂ അറിയാം. ഇനി മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്താണ്? മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ അതുപോലെ എഴുതാം. എന്താണ്? 2 പ്ലസ് ആൽഫ സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ പ്ലസ് 36 പ്ലസ് 4. ഇനി എന്താണ് കണ്ടിരിക്കുന്നത്? സ്കാലാർ പ്രോഡക്റ്റ് ഓഫ് ദ A ആൻഡ് B, A ആൻഡ് വെക്ടർ B, A ആൻഡ് വെക്ടർ B എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? A എന്നാണ് A ഡോട്ട് B പ്ലസ് C ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B പ്ലസ് C ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മുടെ കണ്ടീഷനിൽ തന്നിരിക്കുന്നത്. നമ്മുടെ കണ്ടീഷൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ A എന്ന് പറയുന്നതാണ് I പ്ലസ് j പ്ലസ് k, I പ്ലസ് j പ്ലസ് k ഇൻറ്റു ഡോട്ട് പ്രോഡക്റ്റ്. ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇത് 2 പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ, 2 പ്ലസ് ആൽഫ ഇൻറ്റു I പ്ലസ് 6j മൈനസ് 2k whole divided by root of 2 plus alpha square, alpha the whole square plus 36 plus 4 is equal to 1 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇത് രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും?
ഐ ഡോട്ട് ഐ പോയി കിട്ടും. ബാക്കി എന്താണ് 2 പ്ലസ് ആൽഫ പ്ലസ് ജെ ഡോട്ട് 6j 6 കെ ഡോട്ട് -2k ഈസ് ഈക്വൽ ടു ഇത് സ്ക്വയർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 2 പ്ലസ് ആൽഫ ദ ഹോൾ സ്ക്വയർ പ്ലസ് 36 എന്താണ് മനസ്സിലായല്ലോ, പ്ലസ് 4 റൂട്ടിനകത്താണ്. അപ്പോൾ ഇവിടെ 2ഉം 2ഉം വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? ആൽഫ പ്ലസ് 6 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 പ്ലസ് ആൽഫ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 പ്ലസ് 4 ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് 36 4 40. അപ്പോൾ ആൽഫ ഇനി റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് ആൽഫ പ്ലസ് 6 സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് ആൽഫ സ്ക്വയർ പ്ലസ് 12 ആൽഫ പ്ലസ് 36 ഈസ് ഈക്വൽ ടു 4ഉം 40ഉം കൂട്ടുമ്പോൾ 44 പ്ലസ് 4 ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് പോയി ഇവിടെ സ്ക്വയർ. അപ്പോൾ ആൽഫ സ്ക്വയർ കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? 12 ആൽഫയും 4 ആൽഫയും ഇവിടെയുണ്ട്. 4 ആൽഫ ഇവിടെ 12 മൈനസ് 4 ആൽഫ 8 ആൽഫ ഈസ് ഈക്വൽ ടു 44 മൈനസ് 36 എത്രയാണ്? 8. അപ്പോൾ ആൻസർ എത്ര കിട്ടി? ആൽഫയുടെ വാല്യൂ 8 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 1 എന്ന ഉത്തരം നമുക്ക് കിട്ടി. ആൽഫ ഈസ് ഈക്വൽ ടു 1. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.